നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസന് ഇന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അത്രയും മലയാളികൾ പ്രിയപ്പെട്ട, അത്രയും ഇഷ്ടപ്പെട്ട ഒരു മഹാമനുഷ്യനായിരുന്നു ശ്രീനിവാസൻ. ആ മനുഷ്യൻ്റെ മരണം നമ്മുടെ ജീവിതത്തെ വല്ലാതെ ശൂന്യമാക്കും. ശ്രീനിവാസനെ പോലെ സുന്ദരമായി ചിന്തിച്ചു കൊണ്ടിരുന്ന, ശ്രീനിവാസനെ പോലെ സമൂഹത്തോട് കലഹിച്ചു കൊണ്ടിരുന്ന, ശ്രീനിവാസനെ പോലെ ലാളിത്യം പുലർത്തിയിരുന്നൊരു മനുഷ്യൻ, ഒരു കലാകാരൻ നമുക്കുണ്ടാകുമോ ഇനി എന്നുപോലും അറിഞ്ഞുകൂടാ. അത്രയ്ക്കും നൈർമല്യത്തിൻ്റെ ഭാഷയിലൂടെ ജീവിച്ചുപോയ ഒരു മഹാനായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിമല ചേച്ചിയുടെ വേദന എന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ മക്കൾ, അദ്ദേഹത്തിൻ്റെ എല്ലാ സവിശേഷതകളും ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിയ 2 മക്കൾ, ആ 2 മക്കളുടെയും സങ്കടം എന്നെ ആകുലപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വിമലയുടെ 2 മക്കളും തിരക്കേറിയ സിനിമക്കാരാണ്. അവർ ഒരിക്കലും വീട്ടിലുണ്ടാവാറില്ല. ശ്രീനിവാസൻ സൃഷ്ടിച്ചെടുത്ത പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ വീട്ടിൽ ഇനി വിമല ചേച്ചി ഒറ്റയ്ക്കാവും. ഇത് പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ വിധിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ജനിച്ചാൽ ഒരിക്കൽ മരിക്കേണ്ടി വരും. ശ്രീനിവാസൻ മരണത്തെക്കുറിച്ച് പോലും പറഞ്ഞത്, മരണം ഭയപ്പെടേണ്ട വളരെ നിസ്സാരമായൊരു സംഗതിയാണ്, ഏത് മണ്ടനും കഴിയുന്ന സംഗതിയാണ് മരണമെന്നാണ്. അനേകം തവണ മരിച്ചു ജീവിച്ച മനുഷ്യൻ എന്ന നിലയിൽ മരണത്തെപ്പോലും വളരെ സൗഹൃദത്തോടെ ഊഷ്മളതയോടെ സ്വീകരിക്കാൻ ശ്രീനിവാസന് കഴിയുമായിരുന്നു. ഒരിക്കൽ ശ്രീനിവാസൻ മരണകരമായ അപകടത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത്, ഇത് പുനർജന്മമാണ്, തൻ്റെ ചെലവിനി നടത്തേണ്ടത് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഡോക്ടർമാരാണെന്നാണ്. ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ അവരെ നമ്മൾ നോക്കുന്നത് മാതാപിതാക്കൾ, അവർക്ക് ജന്മം കൊടുക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് ഒരാൾ മരണത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവർക്ക് ജന്മം കൊടുത്തവർ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള തമാശകൾ പറയുന്ന ഒരു ജീവിതമായിരുന്നു ശ്രീനിവാസൻ്റേത്. സെൽഫ് ട്രോളിനെ ഒരു കലയാക്കി മാറ്റിയ അപൂർവം കലാകാരന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു ശ്രീനിവാസൻ. സിനിമാ നടനാകണം എന്നതായിരുന്നു ശ്രീനിയുടെ മോഹം. എന്നാൽ തൻ്റെ ശരീരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പരിമിതികൾ ശ്രീനിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ സൗന്ദര്യം, തൻ്റെ നിറം, തൻ്റെ വലിപ്പം ഇതൊക്കെ പരിമിതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സിനിമ സൃഷ്ടിച്ചെടുത്ത് അതിൽ ആറാടാനാണ് ശ്രീനിവാസൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ശ്രീനിയുടെ സിനിമകളിലൊക്കെ സെൽഫ് ട്രോളുകൾ ശക്തമായിരുന്നു. നായകനാവുമ്പോഴും ആ നായകനെ ഒരു പരിഹാസവേഷം ബോധപൂർവം ഇട്ടുകൊടുത്തു. അല്ലാതെ സർവം തികഞ്ഞ കരുത്തനായൊരു നായകനെ അല്ല ശ്രീനിവാസൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ശ്രീനിവാസൻ്റെ എല്ലാ കഥാപാത്രങ്ങളും മനുഷ്യർ നെഞ്ചോട് ചേർത്തതും അവയിലിരിക്കുന്ന സെൽഫ് ട്രോളുകളെ നമ്മൾ കയ്യടിയോടെ സ്വീകരിച്ചതും. സെൽഫ് ട്രോളുകൾ മാത്രമല്ല, സൂപ്പർ സ്റ്റാറുകളെ പോലും ട്രോളാൻ ശ്രീനിവാസന് മടിയുണ്ടായിരുന്നില്ല. മോഹൻലാലിനെയും മമ്മൂട്ടിയും ഒക്കെ ട്രോളി അദ്ദേഹം സിനിമ എടുത്തിട്ടുണ്ട്. ചില സിനിമകളിലൂടെ അദ്ദേഹം ഉന്നം വെച്ചത് തന്നെ സൂപ്പർ സ്റ്റാറുകളെ ആയിരുന്നു എന്ന് എല്ലാവർക്കും. പക്ഷേ അവരാരും അദ്ദേഹത്തെ വെറുത്തില്ല. കാരണം ശ്രീനിവാസൻ ജെനുവിനായിരുന്നു. ജെനുവിനായ മനുഷ്യർ വളരെ കുറവായിരുന്നു. ഈ ജെനുവിനിറ്റി തന്നെയാവാം ഒരുപക്ഷെ ശ്രീനിവാസനെ അതിവേഗം ദൈവം വിളിക്കാൻ കാരണമായതും. നിത്യജീവിതത്തിൽ ഉടനീളം സത്യസന്ധത പുലർത്തിയിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങൾ പലയിടങ്ങളായി പറഞ്ഞിട്ട് അതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം, ഒരിക്കലും അദ്ദേഹം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരുന്നത് ഒരു പ്രാഞ്ചിയേട്ടനായിരുന്നു. പ്രാഞ്ചിയേട്ടന് ശ്രീനിവാസനെ കണ്ടു, മനസ്സിലായി, പരിചയപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പ്രാഞ്ചിയേട്ടൻ്റെ ഈഗോ അംഗീകരിക്കുന്നില്ല. ഒരു സിനിമാ നടനോട് ആരാധനയുണ്ട് എന്ന് തുറന്നു പറയാനുള്ള മടി. ഒടുവില്ല പ്രാഞ്ചിയേട്ടൻ ശ്രീനിവാസനോട് ചോദിച്ചു, നല്ല കണ്ടുപരിചയമുണ്ടല്ലോ, എന്തു ചെയ്യുന്നു എന്ന്. ശ്രീനിവാസൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു അറിയാമോ? ഞാൻ യേശുദാസാണ്, സിനിമയിൽ പാട്ടൊക്കെ പാടി ജീവിക്കുന്ന വ്യക്തിയാണ്. ഇതാണ് ശ്രീനിവാസൻ. ഇത്തരത്തിൽ ഏതു സാഹചര്യത്തെയും നർമ്മത്തോടെ കൈകാര്യം ചെയ്തിരുന്ന, സത്യസന്ധത മുഖമുദ്രയായി കൊണ്ടു നടന്ന നടനായിരുന്നു ശ്രീനിവാസൻ. ഈ സത്യസന്ധത പലപ്പോഴും ശ്രീനിവാസന് വിനയായി. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ശ്രീനിവാസൻ പ്രകൃതി ചികിത്സയോടും പ്രകൃതി കൃഷിയോടുമൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ്. എന്നിട്ടും ശ്രീനിവാസൻ 70 വയസ്സ് പോലും തികയ്ക്കുന്നതിന് മുൻപ് മരണത്തിന് കീഴടങ്ങിയത് എന്തുകൊണ്ടാണ്? പലരും പറയും പ്രകൃതി ചികിത്സയുടെ പിന്നാലെ പോയതുകൊണ്ടാണെന്ന്. അല്ല, അങ്ങനെയല്ല. ശ്രീനിവാസൻ എന്ന കലാകാരൻ തൻ്റെ മദ്രാസ് ജീവിതത്തിൽ നിന്നും തിരിച്ച് 2005 ഏതാണ്ട് 20 വർഷം മുമ്പ് നാട്ടിലേക്ക് വരുമ്പോൾ എറണാകുളത്ത് തൃപ്പൂണിത്തുറയ്ക്കടുത്ത് കുറച്ച് ഭൂമി വാങ്ങി വലിയൊരു വീട് പണിതു. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന, എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുടെ താളം, ശുദ്ധവായു ലഭിക്കുന്ന ഒരു വലിയ വീട്. ആ വീട്ടിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നത് ഒരു പുതിയ സംസ്കാരമായിരുന്നു. മാത്രമല്ല അവിടെ അദ്ദേഹം കൃഷി ആരംഭിച്ചു. നെൽകൃഷി അടക്കമുള്ള കൃഷിയിൽ അദ്ദേഹം ശ്രദ്ധിക്കുകയും സുഹൃത്തുക്കളുമായി ചേർന്ന് ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ഒരു കാർഷിക കമ്പനി തുടങ്ങുകയൊക്കെ ചെയ്തു. ജൈവ കൃഷിയായിരുന്നു ചെയ്തിരുന്നത്. രാസവളം ചേർക്കാത്ത നല്ല ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ശ്രീനിവാസന്റെ ലക്ഷ്യം. അങ്ങനെ ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ശൃംഖല പോലും അദ്ദേഹം രൂപം കൊടുത്തു. പക്ഷേ അതൊന്നും സാമ്പത്തികമായി ലാഭമുണ്ടാക്കിയില്ല. പക്ഷെ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം താൻ ഇനിയുള്ള കാലത്തെങ്കിലും സത്യസന്ധത നിലനിർത്തണം, മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണ വസ്തുക്കളിലേക്ക് കീടനാശിനികളും രാസവസ്തുക്കളും കലർത്തരുത് എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സയന്റിഫിക് ടെമ്പറില്ല, അശാസ്ത്രീയവാദി എന്ന പേരുദോഷമൊക്കെ അദ്ദേഹത്തിന് കേട്ടു. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം
അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥ തന്നെയായിരുന്നു. എല്ലാ കലാകാരന്മാരെയും പോലെ ശ്രീനിവാസനും ഒരു ബലഹീനതയുണ്ടായിരുന്നു. ആ ബലഹീനത പുകവലിയോടുള്ള അഡിക്ഷനായിരുന്നു. കലാകാരന്മാരുടെ പ്രത്യേകത അവരുടെ ജീവിതം പലപ്പോഴും കുത്തഴിഞ്ഞതാവാറുണ്ട്. അവർ കലാകാരന്മാരാണ്, ക്രിയേറ്റീവായി ചിന്തിക്കുന്നവരാണ്. അവരുടെ ചിന്തയാണ് അവരുടെ പ്രവൃത്തി. ആ ചിന്ത നന്നായി സംഭവിക്കണമെങ്കിൽ, ആ ചിന്തയിൽ രൂപപ്പെടുന്നതിനെ ഒരു കൃത്യമായ കലാരൂപമാക്കി മുമ്പോട്ട് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് പലപ്പോഴും ജീവിതത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പലരും മദ്യത്തിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്. അമേരിക്കയിലും മറ്റും പോപ്പ് സ്റ്റാറുകൾ അവർ ചെറിയ പ്രായത്തിൽ തന്നെ ലോക പ്രശസ്തരായി മാറാറുണ്ട്, വലിയ സമ്പന്നരായി മാറാറുണ്ട്. അവരൊക്കെ ഡ്രഗിന് അഡിക്റ്റ് ആവുകയും ചെറിയ പ്രായത്തിൽ മരിക്കുകയും ചെയ്തു. 30 വയസ്സ് തികയുന്നതിന് മുൻപ് മരണത്തിന് കീഴടങ്ങുന്ന അനേകം പോപ്പ് സ്റ്റാറുകൾ അമേരിക്കയിലും പാശ്ചാത്യ ലോകത്തും. ഇത് തന്നെ ലോകത്തെ എല്ലാ കലാകാരന്മാരെയും ബാധിക്കുന്ന, കലാകാരന്മാരുടെ ശരാശരി ആയുസ്സെടുത്ത് പരിശോധിച്ചാൽ വളരെ കുറവായിരിക്കും. അവർക്ക് അധികകാലം ജീവിച്ചിരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവാറില്ല. അതാണ് കലാകാരന്മാരുടെ പ്രത്യേകത. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ പൂർണ്ണമായും സത്യസന്ധത പുലർത്താൻ അവർക്ക് പലപ്പോഴും ഇത്തരം ദുശീലങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ശ്രീനിയേട്ടൻ്റെ ജീവിതം ഇല്ലാതാക്കിയതും ആയുസ് കുറഞ്ഞത് 20-25 വർഷമെങ്കിലും നേരത്തെ നഷ്ടപ്പെട്ടതിനുമൊക്കെ പ്രധാന കാരണം പുകവലിയായിരുന്നു. അദ്ദേഹം തിരക്കഥ എഴുതാനിരിക്കുന്നു. തിരക്കഥ എന്ന് പറയുന്നതിന് ഒരു ടൈം ഫ്രെയിം ഉണ്ട്. കാരണം ഒരു സിനിമ പദ്ധതി ഇടുന്നു, ഒരു ഐഡിയ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ആ ഐഡിയ അനുസരിച്ച് അദ്ദേഹം ഒരു കഥയ്ക്ക് രൂപം കൊടുക്കുന്നു. ആ കഥയുടെ അടിസ്ഥാനത്തിൽ തിരക്കഥയ്ക്ക് രൂപം കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് സൂപ്പർ സ്റ്റാറുകളുടെ ടൈം അടക്കം മറ്റു ഒരു ടീം വർക്കാണല്ലോ സിനിമ. അപ്പോൾ ഇതിനൊരു സമ്മർദ്ദമുണ്ടാവും ഇത് സൃഷ്ടിച്ചെടുക്കാൻ. പക്ഷേ ഈ കഥയും തിരക്കഥയും രൂപപ്പെട്ടു വരേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്, മനസ്സിൽ നിന്നാണ്. അത് എഴുതാൻ പോയിരിക്കുമ്പോൾ പലപ്പോഴും അതിനനുകൂലമായ സാഹചര്യമില്ലെങ്കിൽ, ഒരു ടെലിഫോൺ കോൾ വന്നാൽ, അല്ലെങ്കിൽ വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ അലോസരമായ ഒരു വാർത്ത വായിച്ചാൽ, എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ മോഡ് സൃഷ്ടിക്കപ്പെട്ടാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കലാകാരന്റെ മനസ്സിൽ നിന്നുള്ള ആ അനർഗള പ്രവാഹം നിലച്ചു പോകും. അവരതൊരിക്കലും കൃത്യമായ രൂപം കൊടുത്ത് വളർത്തിയെടുക്കാൻ കഴിയില്ല. അത്തരം സാഹചര്യത്തിലാണ് അഡിക്ഷൻ ഉണ്ടാവുന്നത്. ചിലരൊക്കെ മദ്യത്തിനടിമയായി പോകും. എന്നാൽ ശ്രീനിവാസൻ ഈ ചിന്തയെ ഇങ്ങോട്ട് പ്രചോദിപ്പിക്കാൻ വേണ്ടി പുകവലിക്കുമായിരുന്നു. ശാന്തിവള ദിനേശൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ശ്രീനിവാസനെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഈ സ്ക്രിപ്റ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ ഒരു വലിയ പുകച്ചുരുളുകൾക്കിടയിൽ ഇരിക്കുന്നതായി കാണാറുണ്ടെന്ന്. അതായത് പുകച്ചിരിക്കൊണ്ടിരിക്കണം. ഒരു സിഗരറ്റ് തീർക്കുന്നു, അടുത്ത സിഗരറ്റ് എടുക്കുന്നു, അങ്ങനെ പുകച്ച് തള്ളിക്കൊണ്ടിരിക്കും. പുകച്ച് അദ്ദേഹം തന്റെ ചിന്തയെ പ്രചോദിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ പ്രചോദനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പുക കൊണ്ടാവാം. എന്നാൽ ആ പുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കി. അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വന്നു, ഹൃദ്രോഗങ്ങൾ വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, ആയുസ് ഒരുപാട് ക്ഷയിച്ചു പോയി. ഏതാണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുന്നു. അദ്ദേഹം ഇതിൻ്റെ സാഹചര്യങ്ങളോട് ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ രോഗം വിട്ടുപോകുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിനും ഹൃദയത്തിനുമൊക്കെ കാര്യമായ തകരാറ് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഈ തകരാറുകളൊക്കെ ശരിയാക്കിയെടുക്കാൻ അദ്ദേഹം ഭക്ഷണ രീതി ശരിയാക്കി, ജൈവ കൃഷിയിലേക്ക് മടങ്ങി, അതിന് പ്രചാരകനായി. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ രക്ഷിച്ചെടുത്തില്ല. കാരണം അതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരിക അവയവങ്ങൾക്ക് കേടുപറ്റിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അഭിമുഖത്തിലൊക്കെ പിന്നീട് പറഞ്ഞത്, നിങ്ങൾക്കൊന്നും സാധിക്കുന്നില്ലെങ്കിലും പുകവലി അവസാനിപ്പിക്കണം. പുകവലിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ യുദ്ധം ശക്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞ അനുഭവത്തിൽ നിന്ന് പറയുന്നു, ഈ പ്രായത്തിൽ പോലും, ഈ ആരോഗ്യാവസ്ഥയിൽ പോലും പുകവലിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെന്നുപെട്ടാൽ തനിക്കത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്രമാത്രം അഡിക്ഷനാണ്. ഈ അഡിക്ഷനാണ് തൻ്റെ ജീവിതം ഇല്ലാതാക്കിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പുകവലിക്കരുതെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ജീവിതത്തിൽ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്ന മനുഷ്യനല്ല ശ്രീനിവാസൻ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ എന്നതാണ് ശ്രീനിവാസൻ്റെ ഒരു രീതി. പക്ഷെ എന്നിട്ടും ശ്രീനിവാസൻ ലോകത്തോട് പറഞ്ഞു, നിങ്ങൾ പുകവലിക്കരുതെന്നായി. ശ്രീനിവാസനെ പോലൊരു മഹാനായ കലാകാരൻ ഇത്ര ചെറിയ പ്രായത്തിൽ മരണത്തിന് കീഴടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊരു സന്ദേശമായി എടുക്കണം. പുകവലി മഹാവിപത്താണ്. മറ്റേത് ദുശീലത്തെയും പോലെ അല്ല. വല്ലപ്പോഴും മദ്യപിക്കുന്നത് പോലെ അല്ല വല്ലപ്പോഴും പുകവലിക്കുന്നത്. നിയന്ത്രിത അളവിലുള്ള മദ്യം ഒരുപക്ഷെ കുഴപ്പമില്ലാതെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോയി വരാം. എന്നാൽ പുകവലിയുടെ അഡിക്ഷൻ അത് മദ്യത്തിൻ്റെ അഡിക്ഷൻ പോലല്ല. മദ്യത്തിൻ്റെ അഡിക്ഷൻ ഉണ്ടാകുന്നത് വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ അപൂർവം പേർക്കാണ്. എന്നാൽ പുകവലിയുടെ അഡിക്ഷൻ പുകവലിക്കുന്നവർക്കൊക്കെ ഉണ്ടാവുന്നു. പുകവലിയുടെ അഡിക്ഷനായി കഴിഞ്ഞാൽ അത് ലഹരിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി വരാം. അതുകൊണ്ട് ശ്രീനിവാസൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു പാഠപുസ്തകമാണ്. പുകവലിക്കെതിരെ നിലപാടെടുക്കുക. പുക ഒരിക്കലും വലിക്കില്ല എന്ന് ശപഥം ചെയ്യുക. പുക വലിക്കുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. അത് വലിക്കുന്ന നമ്മുടെ ജീവൻ മാത്രമല്ല, നമ്മുടെ ചുറ്റുമിരുന്ന് പുക ശ്വസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും അപരിചിതരുടെയും ഒക്കെ ജീവൻ കൂടി എടുക്കുന്നതാണ്. പുകവലിയോട് നോ പറയുക. ശ്രീനിവാസന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം അതാവട്ടെ.